ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇന്ന് ഇവമോള് വരുമ്പോഴേക്കും ഒരു പലഹാരം ഉണ്ടാക്കാന്ന് കരുതി. പലഹാരം ഇവള് വരുമ്പോഴേക്കും ഉണ്ടാക്കാന്നുള്ളത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതാ, എല്ലാ വീട്ടിലും കാണും ഇങ്ങനെ പഴം ആവുമല്ലോ അല്ലേ, കൊണ്ടുപോയി വെച്ചാല് പിന്നെ അത് കഴിക്കാൻ വളരെ മടിയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ ഞാൻ കരുതി അതുകൊണ്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാന്ന്. ഇത് എണ്ണയിൽ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തിന്നും, അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണെന്ന്. അല്ല, ഇത് വേറൊന്നാണ്, ഉണ്ണിയപ്പം. ഇവമോളെ പറ്റിക്കാനുള്ള ഉണ്ണിയപ്പം. പക്ഷെ ഇത് ഉണ്ണിയപ്പല്ല കേട്ടോ. അപ്പം നമുക്ക് എന്താ സെറ്റപ്പ്? ചീഞ്ഞതല്ല കേട്ടോ പഴം, കുറച്ച് ഓവർ പഴുപ്പായ പഴം. അപ്പം അങ്ങനെ വേണമല്ലോ പറയാം. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഒന്നും ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല, ഒക്കെ ഇങ്ങനെയാണ്. അപ്പം ആദ്യം തന്നെ പഴം ഞാനിവിടെ മുറിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണതാ ശർക്കര ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏലക്കായ എന്താണെന്ന് വെച്ചാൽ ഏലക്കായ ചതയ്ക്കാൻ മടി. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിലിട്ട് അങ്ങോട്ട് വേവിച്ച് പെട്ടെന്ന് പരിപാടി കഴിയുണ്ടോ. ഇനി വെക്കത്തിന് അരിച്ചതിലേക്ക് ഒഴിക്കാം. അപ്പം ഇത് വെക്കുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വീട്ടിൽ വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവേ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇതൊഴിച്ചിട്ട് ഇതിൽ കല്ലെന്തായാലും ഉണ്ടാവും, അപ്പോൾ ഒഴിക്കാം. ഏലക്കായും കൂടെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടി, കുറച്ച് മൈദപ്പൊടി ചേർക്കേ. ജാറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ, ഒറ്റ ബ്ലെൻഡ് ചെയ്യലും മതിയല്ലോ, പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പം ഏകദേശം ഒരു 3 ടീസ്പൂണല്ല ടേബിൾ സ്പൂണൊക്കെ പൊടി ഇട്ടുണ്ടാവേ. ഇനി അരിപ്പൊടി കുറച്ചൊരു ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇത്രത്തോളം നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു നുള്ളപ്പക്കാരം. ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ എങ്ങനെയാവുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പഴത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്കറിയാലോ ഇത്ര അളവൊക്കെയാണെന്ന്. പക്ഷേ ഈ കുക്ക് ചെയ്യാത്ത ആരെങ്കിലും, ചെറിയ കുട്ടികൾ ആരെങ്കിലും, ബാറ്റർ ഇവിടെ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ട്, കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നേ. ഇത്ര ലൂസ് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് കറക്റ്റ് ആവും കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെയൊക്കെയാണ്, എല്ലാം നമുക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പാകം മനസ്സിലാവും. ഇത്തിരി മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് ഒന്ന് കറക്റ്റാക്കി എടുക്കാം. കാരണം അതിങ്ങനെ ഒരു സ്പൂൺ എടുത്ത് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഒരിത്തിരി നെയ്യും കൂടെ ചേർത്തൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്താ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എള്ളുണ്ടെങ്കിൽ എള്ള് ചേർക്കുക, പിന്നെന്താ തേങ്ങാക്കൊത്ത്, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാട്ടോ ഒക്കെ ചേർക്കുക. എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് പിന്നെ ഒരു പെട്ടെന്നൊരു എളുപ്പ പലഹാരം, എന്നാൽ നമുക്കിങ്ങനെ കഴിക്കുകയും ചെയ്യാമല്ലോ. അത്രയേ ഉള്ളേ. ഇത്ര നെയ്യ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഉരുക്കിയൊക്കെ ചേർക്കണം. പിന്നെ ഈ മടിയിൽ പറഞ്ഞ സാധനം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിൻ്റെ മുന്നിലൊരു വലിയ വൻമതിലാണ്, അതങ്ങോട്ട് തീർത്ത് നിൽക്കുകയാണ്. അതൊന്നും അങ്ങോട്ട് പൊളിഞ്ഞിങ്ങോട്ട് വീഴുന്നുണ്ടെങ്കിൽ എത്ര നന്നായിന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ വീഴണില്ലേ, അതാണ് പ്രശ്നം. അപ്പം ഇതാട്ടോ കറക്റ്റ് പാകം. കണ്ട, അങ്ങനെ വീഴണം, അല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് വീഴരുത്. ഓക്കെ. അപ്പം ഇനി പൊരിച്ചു തുടങ്ങേ. എന്താവുന്നൊന്നും അറിയില്ല, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് ഇടാം. ഫസ്റ്റ് തന്നെ ഫ്ലോപ്പാണ്, കറക്റ്റായിട്ട് അങ്ങോട്ട് വീണില്ല. നോക്കാം. പിന്നെ എടുത്തത് ഇതിന് വല്ല ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചട്ടകത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ല, അതാണ് പൊട്ടിത്തെറിയിട്ടു. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. അപ്പം സംഗതി ഇവിടെ റെഡിയാവും കേട്ടല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരേ. അപ്പം ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഒരു ഉണ്ണിയപ്പത്തിനെ പോലെയൊക്കെ ഇല്ലേ, ഉണ്ണിയപ്പല്ല ഒരു ഉണ്ടേനെ പോലെയൊക്കെ തോന്നുന്നില്ലേ, അതാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ പൊരിച്ചാന്ന് തോന്നുന്നേ, അതാണ് ഇത്ര ചൂട്. നല്ല മധുരം ഉണ്ടേ. പിന്നെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പക്കാരം ഒഴിവാക്കാം. പിന്നെ നിങ്ങളടുത്ത് അരിപ്പൊടിയാണ്, എന്ത് പൊടിയുള്ളത് വെച്ചാൽ അതിൽ മൈദപ്പൊടിക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, ഒക്കെ ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചൊക്കെ എന്തും ചേർക്കാം.
കുറയ്ക്കുക ഒക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്താ ഒരു ടേസ്റ്റിനുള്ളതൊക്കെ നല്ല വെന്തിട്ടുണ്ടേ. പിന്നെ ഞാൻ വേറൊരു സത്യം പറയട്ടെ, ഞാനത് നേരത്തെ കഴിച്ചതാ. പിന്നെ നിങ്ങളെ മുന്നിൽ ഒന്നും കൂടെ ആദ്യമായിട്ട് കഴിക്കുന്ന പോലെ കേട്ടോ അല്ല കേട്ടോ, ഞാൻ നേരത്തെ ഫസ്റ്റ് ഇത് കഴിച്ചതാണേ, എന്നിട്ട് പിന്നെയും ഞാൻ വീഡിയോ എടുത്താ. അപ്പം സംഗതി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, സംഗതി അടിപൊളിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.